സുരേഷ് ചേട്ടാ, ഇനി അടുത്തത് സുരേഷ് ചേട്ടന് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ വിഷ്വലും ശബ്ദവും കേൾപ്പിക്കാൻ പോവാണ്. ഏതൊരു കാമുകനും അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒക്കെ ഒരു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞൊരു നടപ്പ് നടക്കും. ആ നടപ്പിന് ഒരു ടെംപ്ലറ്റേ ഉള്ളൂ മലയാള സിനിമയിൽ. അത് സുരേഷ് ഗോപി നടന്നൊരു നടപ്പാണ്. അങ്ങനെ നടക്കാൻ പറഞ്ഞ ആ ശബ്ദത്തിനെയാണ് ഞാനിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ആ രൂപത്തെയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ദ ലെജൻഡ്, മലയാളികളുടെ ഗന്ധർവ സംവിധായകൻ, ഗന്ധർവ തിരക്കഥാകൃത്ത്, ഓരോ സിനിമയും ആഘോഷമാക്കി മാറ്റിയ തിരക്കഥാകൃത്ത്. ഒരു ഫിലിം മേക്കർക്കും പ്രേക്ഷകനെ അങ്ങനെ ജഡ്ജ് ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും അപായങ്ങൾ സംഭവിക്കുന്നതും കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുന്ന ഒരു മേഖലയാണ് സിനിമ. എൻ്റെ ഏറ്റവും നല്ലത് എന്ന് ഞാൻ കണക്കാക്കുന്ന ചലച്ചിത്രങ്ങൾ, ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വേറെ പ്രൂഫ് ഒന്നും വേണ്ടി വരില്ല മിസ്റ്റർ ശരത്. ഈ കുട്ടി എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നെ കണ്ടാൽ തിരിച്ചറിയും. ഇത് ഞാനൊന്ന് പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട് മിസ്റ്റർ നരേന്ദ്രൻ ഫ്രം ബോംബെ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഓ, സത്യം പറയാം, ഇത് കഴിഞ്ഞ് തല ഇങ്ങനെ ആട്ടിയിട്ട് എഴുന്നേറ്റ് ഒരു സോറി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കുന്ന ഒരു നടപ്പുണ്ട്. ഇന്നും വേറെ ഒന്നും അതിന് മാറ്റടയ്ക്കാൻ പറ്റില്ല. That was just amazing. ഞാനും പറയുമ്പോ ചേട്ടന്റെ കണ്ണു പറയണു. പറയുമ്പോഴല്ല, ഞാൻ കണ്ടിട്ടാ. ഞാൻ 6 or 7 തവണ ശ്രീകുമാർ തിയേറ്ററിൽ പോയിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്ന് കാണാൻ ശ്രമിച്ചതാണ്. കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പീരിയഡാണ്. എനിക്കിപ്പോഴും ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടു തീർക്കാൻ സാധിച്ചിട്ടില്ല. പപ്പേട്ടൻ്റെ എഴുത്തിനോടൊപ്പം ഏതാണ്ട് 8 മാസം ഞാൻ സഞ്ചരിച്ചതാണ്. ആദ്യം ഒറ്റയടിപ്പാതകൾ, അത് പിന്നെ അതിൻ്റെ എഴുത്തുകാരൻ തന്നെ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു പപ്പേട്ടന്. അത് കഴിഞ്ഞിട്ട് ഈ DPI ജംഗ്ഷനിലുള്ള ഫ്ലാറ്റിലിരുന്നാണ് പപ്പേട്ടനത് എഴുതുന്നത്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് മറ്റു ഷൂട്ടിങ്ങുകൾക്ക് വരുന്ന സമയത്തെല്ലാം പപ്പേട്ടൻ വിളിച്ചിരുത്തി ഇതിൻ്റെ ഒരു വളർച്ച, അത് വളരെ വൈകാരികമായിട്ട്, അത് നരേന്ദ്രനോ അല്ലെങ്കിൽ ജയറാമിൻ്റെ കഥാപാത്രമോ ശോഭനയുടെ കഥാപാത്രമോ വിദ്യാമ്മയുടെ കഥാപാത്രമെന്നോ ഒന്നും പറയാതെ ഇതിങ്ങനെ ഒരു എനാക്ട്മെൻ്റ് ഉണ്ട് പുള്ളിയുടെ ആ റൂമിൽ തന്നെ. ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിരുന്നു. കാരണം കല്യാണം നടക്കാൻ പോകുന്നു, ഫെബ്രുവരി 8 തീയതി, 90 ഫെബ്രുവരി 8 തീയതി കല്യാണം. ഫെബ്രുവരി 2 ആയിട്ടും എന്നെ ലൊക്കേഷനിൽ നിന്ന് വിടുന്നില്ല. ഭയങ്കര ഒട്ടക്കും ബഹളവും. ഞാൻ പിണങ്ങി കാട്ടിലേക്ക്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് നടന്നു കയറി. ആ സമയത്ത് വീരപ്പൻ വിളയാടുന്ന കാലമാണ്. പിന്നെ രാത്രി വലിയ ഈ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ജയറാം ജീപ്പിന്റെ മേളിൽ നിന്ന് മറ്റേ വിക്സിന്റെ പരസ്യം ചെയ്യുന്നത് പോലെ, ഓണത്തിനൊക്കെ കച്ചവട സ്ഥാപനങ്ങളുടെ പരസ്യം ചെയ്യുന്ന പോലെ വിളിച്ചു പറഞ്ഞ് വന്ന് എന്നെ റെസ്ക്യൂ ചെയ്യായിരുന്നു. അപ്പൊ അന്നും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തെറി തന്നെ പറഞ്ഞു, നീ പോന്നെങ്കിൽ പോടാ, ആ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പടം റിലീസായി കഴിഞ്ഞ് വിവാഹം നിശ്ചയിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രാജൻ ഞാനാണ്, രാധികയുടെ അച്ഛൻ. രാജൻ മരിച്ചിട്ടില്ല, എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നീ എൻ്റെ മോളെയാണ് കെട്ടുന്നത്, നീ എൻ്റെ മരുമകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഇതൊരു ഭയങ്കര ഒരു എന്താ ഇങ്ങനെ ഒരു വാസിലേഷൻ പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയുകയും ആ കല്യാണം നടക്കുന്ന പീരിയഡിൽ സിനിമയിലെ ഭാര്യ എന്നെ അറിയാതാവുകയും ഇതെനിക്കെന്തോ അറം പറ്റുമോ എന്നുള്ള ഭയങ്കരമായ ഒരു ഭീതി ഉണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു അതിൽ നിന്നായിരിക്കണം ഞാൻ അത്രയും. പക്ഷെ കല്യാണം കഴിഞ്ഞ് ബോംബെ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വളരെ നോർമലായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പടത്തിൻ്റെ ഫൈനൽ മിക്സിങ് കഴിഞ്ഞ് അവസാനത്തെ ഒരു പോർഷൻ, ഒരു ഫുൾ മാഗസിൻ 420 അടി ഫിലിം ഷൂട്ട് ചെയ്തത് ഇതിനകത്ത് ഡബ്ബിങ്ങിന് ചെല്ലുമ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഡബ്ബിങ്ങിന് അത് കാണിച്ചില്ല. മിക്സിങ് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അത്രയും പോർഷൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് ഞാൻ ആ നടന്ന് പോയി ആ വണ്ടിയുടെ ഒരു ഷോട്ടും കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോർഷനാണ്. അത് കാണിച്ചാൽ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും, അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞ് ആ ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പര്യായമാണ് സിനിമയിൽ ജീവിതമാണ്. ഇപ്പം തിങ്കളാഴ്ച നല്ല ദിവസം പോലെയുള്ള, പെരുവഴി അമ്പലം പോലെയുള്ള സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പെരുവഴി അമ്പലത്തിലൊക്കെ എള്ളെണ്ണയുടെ നനവ് നമുക്ക് feel ചെയ്യും. അറിയാം, അതെ, അതെ. അല്ലേ? എന്തോരം ഞാൻ ആലോചിക്കണത് പത്മനാഭൻ സാർ അത് കഴിഞ്ഞിട്ട് ജോഷ് സാറുമായിട്ട് ചേർന്നപ്പോ സുരേഷിന്റെ വന്ന ക്യാരക്ടർ ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ് ആണ്. ക്രിസ്റ്റി. അതെ, ക്രിസ്റ്റി. ക്രിസ്റ്റി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളത് പപ്പേട്ടന്റെ നിർബന്ധമായിരുന്നു എന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. ഞാൻ ഇവിടെ സിനിമയുടെ എൻസൈക്ലോപീഡിയ പിഷാരുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താ ചോദിക്കുക? നീ ആവശ്യമില്ലാത്തത് എന്റെ തലയെ കെട്ടി വെക്കല്ലേ. ഇല്ല ചേട്ടാ, ബാലൻ തൊട്ടുള്ള സിനിമകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഇറങ്ങിയൊക്കെ നിന്നാ താൻ കേസ് കൊടുന്നുള്ള പടത്തിന്റെ വരെ എല്ലാ സംഭവം കൃത്യമായിട്ട് പറയും. മൈൻഡ് ബാലൻസ് ഇതിപ്പോ ദൈവമേ എനിക്ക് പറയാൻ പറ്റാത്ത എന്തോ ചോദ്യം കണ്ടുപിടിച്ചോണ്ട് വന്നേക്കാൻ ഇത്ര ബിൽഡപ്പ് ഇവർ കൊടുക്കുകയല്ല. ഇല്ല. ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പോ ക്രിസ്റ്റിയില് ഈ തണുത്ത വെളുപ്പാങ്കാലത്തില് നാർക്കോ അനാലിസിസ് നടത്തി. സുരേഷ് ഏട്ടൻ നാർക്കോ അനാലിസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ വന്നിട്ടുണ്ട്. അതേത് പടം? നാർക്കോ അനാലിസിസ് ആയിട്ട് നാർക്കോ അനലിസ്റ്റ് ആയിട്ട്, അതായത് ഇത് കുത്തി വെച്ച് ഒരുത്തനെ കൊണ്ട് കൊണ്ട് സത്യം സത്യം പറയിക്കുന്നു. അത് digging. ആഹാ, അത് മതി. നീ നാർക്കോ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിച്ചു പോയതല്ലേ. ക്ലൂ എന്റെ ആണ്. വെള്ളയും ഡ്രസ്, ഇത്ര മണ്ണുള്ള ഫ്രെയിമുള്ള കാലുള്ള കൂളിംഗ് ഗ്ലാസ്, 1 മണിക്കൂർ 16 സെക്കൻഡ് മധുര തേൻമൊഴി എന്ന് പറഞ്ഞ് അവന്റെ കാസറ്റും തിരിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. എന്റെ ദൈവമേ, ഇതാണ് ഞാൻ പറഞ്ഞ വിഷു encyclopedia. കാരണം ദി കിങ്ങില് സുരേഷ് ഏട്ടനുള്ളത് ഇവര് പോസ്റ്ററിലോ കാര്യങ്ങളിലോ ഒന്നും പറഞ്ഞില്ല. അതെ. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആ വില്ലനെ പിടിച്ചു കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഒരു ഫ്രെയിമിലോട്ട് കയറി വരുമ്പോ എന്തൊരു കൈഡിയായിരുന്നു. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടതാണ്. ഈ സുരേഷ് ഏട്ടനെ ചില സാധനങ്ങൾ നമ്മളെ ചായ പറയുക, ഒരാള് ചായ വേണമെങ്കിൽ ഒരു ചായ പറയുക, ചായ ഓർഡർ ഇടുക, ചായ ചോദിക്കുകയൊക്കെ അല്ലേ ചെയ്യുള്ളൂ. ചായക്ക് ഉത്തരവിടുന്നുണ്ട്. ഉത്തരവിടുക എന്ന് പറഞ്ഞാൽ വേറെ ആണല്ലോ. കമ്മീഷണറിലാന്ന് തോന്നുന്നു. വീട്ടിൽ വന്നിട്ട് ഒരു ചായ എടുക്കുക, എന്താ ഗെറ്റ് മീ എ കപ്പ് ഓഫ് ടീ. ചായ ചോദിക്കുന്നതിന് ഒരു ഉത്തരവാദം.